വളരെ അത്ഭുതകരമായ ഒരു സംഭവം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ ഒരു ദേവീക്ഷേത്രത്തിൽ സംഭവിച്ചിരിക്കുന്നു. ആ ഒരു സംഭവത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു അത്ഭുത കാഴ്ചയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അവിടെയാണോ? മൂന്നാമത്തെ ദിവസം ഇവിടെ മാതി കണ്ടില്ല. ഇന്നലെ ഉച്ചയാകുമ്പോൾ നിരാശപ്പെട്ടു. ചിത്രമഠത്തിലെ അവിടുത്തെ ഒരാൾക്ക് ഒരു പെട്ടെന്നൊരു വെളിപാടുണ്ടാകുകയെന്നും, അല്ലെങ്കിൽ അദ്ദേഹം എനിക്ക് പ്രദർശനമാണോ എന്നറിയില്ല, എന്തായാലും അദ്ദേഹം ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ, ഇപ്പോഴത്തെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നവരെ വിളിച്ചറിയിച്ചു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഒരു വിഗ്രഹം, ആൽമരത്തിനുള്ളിൽ ഒരു വിഗ്രഹമുണ്ട്, നിങ്ങൾ ഒന്നുകൂടെ ദേവപ്രശ്നമൊക്കെ വെച്ച് നോക്കണം. ആ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് ക്ഷേത്രത്തിലെ ആലിനുള്ളിൽ ഒരാൾ ശ്വാസം മുട്ടിയിരിക്കുന്നുണ്ട് എന്നാണ്. ഈ ഒരു സംഭവം അറിഞ്ഞതോടെ ക്ഷേത്രം ഭാരവാഹികൾ അത് കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു. ആ ആലിന് ചുറ്റും അവര് കുഴിച്ച് ഇത് വിഗ്രഹമുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തി. അങ്ങനെ ആദ്യത്തെ ദിവസം പരാജയപ്പെട്ടു, ഒന്നും കണ്ടില്ല. രണ്ടാമത്തെ ദിവസവും പരാജയപ്പെട്ടു. വിശ്വാസികളെ സംബന്ധിച്ച് അത് വലിയൊരു സംഭവമാണ്. കണ്ടും കേട്ടുമറിഞ്ഞ ആളുകൾ ഒരുപാട് പേര് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മിത്രഗിരി ദേവീക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. 2 വിഗ്രഹമാണ്. ഒരു ഭദ്രകാളിയുടെ ശക്തി തന്നെ നമുക്ക് അറിയാമല്ലോ. ഇത് 2 വിഗ്രഹമാണ് അവിടെ കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ശക്തി ചൈതന്യമുള്ള ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്നതിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് ഇത് അത്ഭുതമായിട്ട് തോന്നില്ല. ഇതിലും വലിയ അത്ഭുതങ്ങളൊക്കെ ഇനി സംഭവിക്കാം. എന്തായാലും ആളുകൾ ഒരുപാട് ഈ മിത്രഗിരി ക്ഷേത്രത്തിലേക്ക്, ഈ ആലിന്റെ ചുവട്ടിലേക്ക്, ആ ഒരു ഭഗവാനെ കാണാനായിട്ടും തൊഴുവാനായിട്ടും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. വളരെ അത്ഭുതകരമായ ഒരു സംഭവം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ ഒരു ദേവീക്ഷേത്രത്തിൽ സംഭവിച്ചിരിക്കുന്നു. ആ ഒരു സംഭവത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു അത്ഭുത കാഴ്ചയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് മിത്രഗിരി ദേവീക്ഷേത്രം, വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു ക്ഷേത്രമാണ് മിത്രഗിരി ദേവീക്ഷേത്രം. കേരളത്തിലെ തന്നെ ഒരു അപൂർവ ക്ഷേത്രമെന്ന് വേണം പറയാൻ. കാരണം ഈ ക്ഷേത്രത്തിൽ 2 വിഗ്രഹങ്ങളാണുള്ളത്. ഭദ്രകാളിയാണ്. ഭദ്രകാളിയുടെ തന്നെ 2 വിഗ്രഹങ്ങളുണ്ട്. മഠം എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു പ്രമുഖമായ ഒരു മഠം, ആ മഠത്തിന്റെ അധീനതയിലായിരുന്നത്രേ പണ്ട് ഈ ക്ഷേത്രം. ഏതാണ്ട് 800 വർഷം പഴക്കമുണ്ടെന്നാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഒരു കാലപ്പഴക്കം പറയുന്നത്. ആദ്യകാലത്ത് ഇവിടെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നത്രേ. പിന്നീട് ഈ മിത്രഗിരി മഠത്തിലെ കാരണവരായിട്ടുള്ള അദ്ദേഹം ഭദ്രകാളി ഉപാസിക്കുകയും ഭദ്രകാളിയുടെ സാന്നിധ്യം ഇവിടേക്ക് വരുത്തുകയും ഒക്കെ ചെയ്തുവെന്നാണ് ഐതിഹ്യം. അങ്ങനെ ഒരു വിഗ്രഹം കൂടെ ഈ നിലവിലുണ്ടായിരുന്ന ഒരു വിഗ്രഹത്തിന് സമീപം കാരണവർ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് 2 വിഗ്രഹം ഉണ്ടായതെന്ന് പറയുന്നു. ഇതിന് മറ്റൊരു ഐതിഹ്യം കൂടെ പറയപ്പെടുന്നുണ്ട്. അതായത് ഭദ്രകാളി ദാരിദ്ര്യ നിഗ്രഹം കഴിഞ്ഞ് രൗദ്രഭാവത്തിൽ നിൽക്കുകയാണ് ദേവി. ആ രൗദ്രം ദേവിയുടെ ഒരു ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത്ര രൗദ്രഭാവത്തിലാണ് അത്രേ ദേവി ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ശരീരത്തിൽ ആ രൗദ്രഭാവം ഉൾക്കൊള്ളാൻ കഴിയാതെ 2 ശരീരത്തിലേക്ക് ദേവി മാറിയെന്നും അങ്ങനെ നിലകൊണ്ടുവെന്നും ഐതിഹ്യമുണ്ട്. എന്തായാലും അതീവ ശക്തി ചൈതന്യം ഉള്ള ഒരു ക്ഷേത്രമാണ് മിത്രഗിരി ദേവീക്ഷേത്രം. ആ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഒരു മഹാത്ഭുതം സംഭവിച്ചിരിക്കുന്നത്. അവിടെ ആ ക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ ഒരു ആലുണ്ട്. ആ ആലിനുള്ളിൽ നിന്നും ഒരു വിഗ്രഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു മഠത്തിന് അധീനതയിലായിരുന്നാണ് പറയുന്നത് പണ്ട് കാലത്ത്. അവിടുത്തെ കാരണവർ, ഇത് കിട്ടിയ അറിവ് വെച്ചിട്ട് പറയുന്ന കാര്യമാണ്, എത്രത്തോളം കൃത്യമാണെന്നുള്ളത് നമുക്കറിയില്ല. 2015 ആ ഒരു കാലഘട്ടത്തിൽ ഒരു ദേവപ്രശ്നം വയ്ക്കുകയുണ്ടായി. ആ ദേവപ്രശ്നത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. അതായത് ഈ ആലിനുള്ളിൽ ഒരു വിഗ്രഹമുണ്ടെന്ന് ആ കാലത്ത് ദേവപ്രശ്നം തെളിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ അവിടുത്തെ മിത്രമഠത്തിലെ അവിടുത്തെ ഒരാൾക്ക് ഒരു പെട്ടെന്നൊരു
വെളിപാടുണ്ടാകുമെന്നും അല്ലെങ്കിൽ അദ്ദേഹം എനിക്ക് പ്രദർശനമാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ, ഇപ്പോഴത്തെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നവരെ വിളിച്ചറിയിച്ചു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഒരു വിഗ്രഹം, ആൽമരത്തിനുള്ളിൽ ഒരു വിഗ്രഹമുണ്ട്, നിങ്ങൾ ഒന്നുകൂടെ ദേവപ്രശ്നമൊക്കെ വെച്ച് നോക്കണം എന്ന് ഇപ്പോഴത്തെ ഭാരവാഹികളോടൊക്കെ പറയുകയുണ്ടായി. അങ്ങനെ ഉത്സവത്തിന് ശേഷം മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു ദേവപ്രശ്നം വെച്ചു. ആ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് ക്ഷേത്രത്തിലെ ആലിനുള്ളിൽ ഒരാൾ ശ്വാസം മുട്ടിയിരിക്കുന്നുണ്ട് എന്നാണ്. ഈ ഒരു സംഭവം അറിഞ്ഞതോടെ ക്ഷേത്രം ഭാരവാഹികൾ അത് കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു. ആ ആലിന് ചുറ്റും അവര് കുഴിച്ച് ഇത് വിഗ്രഹമുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തി. അങ്ങനെ ആദ്യത്തെ ദിവസം പരാജയപ്പെട്ടു, ഒന്നും കണ്ടില്ല. രണ്ടാമത്തെ ദിവസവും പരാജയപ്പെട്ടു. മൂന്നാമത്തെ ദിവസം ഒരു ആശാരി വന്നു ഈ ആലിന്റെ ചുവട് ഭാഗം ചെത്തി കൊടുക്കാൻ തുടങ്ങി. അതായത് അതിനുള്ളിലെങ്ങാനും വിഗ്രഹം ഇനി ഇരിപ്പുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ആ ഒരു ശ്രമം വിജയിച്ചു. അതിനുള്ളിൽ നിന്നും ഒരു വിഗ്രഹം കണ്ടെത്തി. ആ വിഗ്രഹം ഏത് ഭഗവാന്റെ വിഗ്രഹമാണെന്നുള്ളത് വ്യക്തമല്ല. ചുറ്റും നാഗങ്ങളുണ്ട്. നാഗരാജാവിന്റെ തന്നെ ആണോ, ചിലർ പറയുന്നത് വിഷ്ണു എന്ന് പറയുന്നു. പക്ഷെ അതിനെപ്പറ്റിയൊക്കെ അറിവുള്ളവരെത്തി വേണം നിർണ്ണയിക്കേണ്ടത് ഇത് ഏത് വിഗ്രഹമാണെന്നുള്ളത്. എന്തായാലും ഈ ഒരു അത്ഭുത സംഭവമായി എന്ന് വേണം പറയാൻ. ഒന്നുകിൽ ഇവിടെ പണ്ട് വിഗ്രഹം ഉണ്ടായിരുന്നു, ആ വിഗ്രഹം ആരും നോക്കാനും കാണാനൊക്കെ ഇല്ലാതിരുന്ന് അതിനടുത്തുണ്ടായിരുന്ന ആല് കിളിച്ചു വരുന്ന സമയത്ത് അത് പടർന്ന് പന്തലിക്കുമല്ലോ ആല്, അങ്ങനെ ഈ വിഗ്രഹം മൂടിയതാകാം, അങ്ങനെയും നമുക്ക് കരുതാം. അല്ലെങ്കിൽ മറ്റെന്തോ മഹാത്ഭുതം സംഭവിച്ചിരിക്കുന്നു. നമ്മൾ ക്ഷേത്രത്തിലൊക്കെ സ്വയംഭൂ എന്ന് പറയത്തില്ല, എന്ന് പറഞ്ഞ പോലെ ആ വിഗ്രഹം സ്വയംഭൂ ആയിട്ടാണോ, മറ്റു കാര്യങ്ങളൊന്നും വ്യക്തമല്ല. ഭാരവാഹികൾ തന്ത്രിയുമായി ബന്ധപ്പെട്ട അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇനിയൊരു ദേവപ്രശ്നത്തിലൂടെ മാത്രമേ ഇത് ഏത് ഭഗവാനാണ്, അല്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ ഒരു വിഗ്രഹം കിട്ടിയതിന്റെ കാരണം എന്താണ് എന്നൊക്കെ ഉള്ള അറിയാൻ പറ്റും. എന്തായാലും ആലിന് മുന്നിൽ പണ്ട് മുതലേ ഒരു വിളക്ക് വെക്കാറുണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് എന്തുകൊണ്ട് അവിടെ വിളക്ക് വെക്കുന്നു എന്നുള്ളത് വ്യക്തമല്ലായിരുന്നു. പണ്ടുതൊട്ടേ അവിടെ വിളക്ക് വെച്ചിരുന്നു എന്നാണ് അവിടുത്തെ ഒരു ക്ഷേത്രം ഭാരവാഹി പറഞ്ഞത്. എന്തായാലും ഇപ്പോഴും അവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട്. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമല്ല. നിത്യപൂജയൊക്കെ വേണ്ടി വരുമോ, ഉപദേവതയായിട്ട് കുടിയിരുത്തണോ, കാര്യങ്ങളൊന്നും വ്യക്തമല്ല. അത് തുടർന്നുള്ള ഇതിനെപ്പറ്റി അറിവുള്ളവരൊക്കെ കൂടി ആലോചിച്ചതിന് ശേഷം അതിന്റെ കാര്യങ്ങളിലേക്കൊക്കെ അവർ കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വിശ്വാസികളെ സംബന്ധിച്ച് അത് വലിയൊരു സംഭവമാണ്. കണ്ടും കേട്ടും അറിഞ്ഞ ആളുകൾ ഒരുപാട് പേര് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മിത്രഗിരി ദേവീക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. 2 വിഗ്രഹമാണ്. ഒരു ഭദ്രകാളിയുടെ ശക്തി തന്നെ നമുക്ക് അറിയാമല്ലോ. ഇത് 2 വിഗ്രഹമാണ് അവിടെ കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ശക്തി ചൈതന്യമുള്ള ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്നതിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് ഇത് അത്ഭുതമായിട്ട് തോന്നില്ല. ഇതിലും വലിയ അത്ഭുതങ്ങളൊക്കെ ഇനി സംഭവിക്കാം. എന്തായാലും ആളുകൾ ഒരുപാട് ഈ മിത്രഗിരി ക്ഷേത്രത്തിലേക്ക്, ഈ ആലിന്റെ ചുവട്ടിലേക്ക് ആ ഒരു ഭഗവാനെ കാണാനായിട്ടും തൊഴുവാനായിട്ടും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്.